നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിഞ്ഞനത്ത് CPM പ്രവർത്തകന്റെ വീടിന് നേരെ കല്ലേറ്. വലപ്പാട് പഞ്ചായത്ത് പ്രദേശത്ത് കുടിവെള്ളം കിട്ടാക്കനി. CPMന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ചും ധർണയും. നാട്ടുകാർക്ക് കൗതുകമായി പുളിമരത്തിൽ കുമ്പളം കായ്ച്ചു. വാർത്തകൾ വിശദമായി. പെരിഞ്ഞനത്ത് CPM പ്രവർത്തകന്റെ വീടിന് നേർക്ക് കല്ലേറ്. പെരിഞ്ഞനം അച്ചം കണ്ടത്ത് താമസിക്കുന്ന തേപ്പറമ്പിൽ രവീന്ദ്രന്റെ വീടിന് നേരെയാണ് ഞായറാഴ്ച രാത്രി 9:30 കല്ലേറുണ്ടായത്. കല്ലേറിൽ വീടിന്റെ മുൻവശത്തെ ജനൽപ്പാളി തകർന്നിട്ടുണ്ട്. ബൈക്കിലെത്തിയ 2 പേരാണ് വീടിന് നേരെ കല്ലെറിഞ്ഞതെന്ന് വീട്ടുകാർ പറഞ്ഞു. മതിലകം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വലപ്പാട് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് CPIMന്റെ നേതൃത്വത്തിൽ തളിക്കുളം കച്ചേരിപ്പടിയിലുള്ള വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വലപ്പാട് പഞ്ചായത്തിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുക. ജനദ്രോഹ സർക്കാർ തുലയട്ടെ. CPIM നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ് ധർണ ഉദ്ഘാടനം ചെയ്തു. അതേപോലെ തന്നെ പൊതു ടാപ്പുകൾ അനുവദിക്കുമ്പോൾ ആ പൊതു ടാപ്പുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഗ്രാമപഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകളൊക്കെ തന്നെ വാട്ടർ അതോറിറ്റിക്ക് പണം കൊടുത്തെങ്കിൽ മാത്രമേ അവരെ ചെയ്യൂ. ഇവിടെ നമ്മുടെ വലപ്പാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി വാട്ടർ അതോറിറ്റിക്ക് അതിനുവേണ്ട പണം വലപ്പാട് പഞ്ചായത്ത് നൽകുന്നുണ്ട്. ഇപ്പോ പ്രസിഡന്റ് എനിക്ക് മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞു 1,00,000-ലേറെ രൂപ, 1,60,000 രൂപ, 1,20,000 രൂപ ഓരോ മാസവും ഈ ആവശ്യത്തിന് വേണ്ടി വാട്ടർ അതോറിറ്റിയിൽ അടച്ചുകൊണ്ടിരിക്കുക. വാട്ടർ അതോറിറ്റിയിൽ അടക്കുന്ന പൈസ വാങ്ങുന്ന പൈപ്പുകളിലൂടെ വെള്ളം ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന വിശ്വാസത്തിലാണ് വാട്ടർ അതോറിറ്റിക്ക് പണം പഞ്ചായത്തുകൾ അടക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയ് ഘോഷ് അധ്യക്ഷത വഹിച്ചു. PA രാമദാസ്, PM അബ്ദുൽ ഗഫൂർ, സുധീർ പട്ടാലി, CP പ്രദീപ്, VG സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷം SSLC പരീക്ഷയ്ക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന അനുമോദന ചടങ്ങിൽ പ്രധാനാധ്യാപിക ഷീല, പ്രിൻസിപ്പാൾ ശ്രീദേവി, PTA പ്രസിഡന്റ് KG സുരേന്ദ്രൻ, PTA വൈസ് പ്രസിഡന്റ് CS മണികണ്ഠൻ, സ്കൂളിലെ മറ്റ് അധ്യാപകർ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. A+ന്റെ എണ്ണം കുറച്ചുകൂടി നമുക്ക് കിട്ടിയേനായിരുന്നു. പക്ഷേ ഒരു 12 കുട്ടികൾക്ക് 8 A+ ഉള്ളൂ. അതുകൊണ്ട് 9 A+ ഉള്ളൂ. അതുകൊണ്ട് വിഷമിക്കേണ്ട. തുടർന്ന് വരുന്ന നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾക്ക് വലിയ മികവ് പുലർത്താൻ പറ്റും. നിങ്ങളുടെ ഈ വലിയ നേട്ടത്തിൽ വലിയ സന്തോഷം പങ്കു. സ്കൂളാണ് നമ്മളുടേത്. 190 കുട്ടികളുണ്ട്. അതിൽ 185 പേരാണ് പാസ്സായത്. ഈ സന്തോഷം പങ്കുവെക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി. നാട്ടുകാർക്ക് കൗതുകമായി പുളിമരത്തിൽ കുമ്പളം കായ്ച്ചു. പുതിയകാവ് CK വളവിൽ പുന്നില്ലത്ത് PP മുഹമ്മദ് ഹാജിയുടെ വീട്ടുപറമ്പിലാണ് അപൂർവ പ്രതിഭാസം. ആദ്യം വീട്ടുകാർക്ക് സംശയം തോന്നിയെങ്കിലും കുമ്പളങ്ങ വലുതായതോടെ കൗതുകം ഇരട്ടിക്കുകയായിരുന്നു. പുളിമരത്തിന്റെ 4 പാടും അന്വേഷിച്ചെങ്കിലും കുമ്പളവള്ളി കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല. വിവരമറിഞ്ഞ് നാട്ടുകാരിൽ പലരും കാഴ്ച കാണാനായി എത്തി. അവസാനം വിശദ പരിശോധന നടത്തിയപ്പോൾ ഉണങ്ങാതെ നിൽക്കുന്ന ഒരു കുമ്പളഞ്ഞെട്ടിലാണ് കുമ്പളങ്ങ ഉണ്ടായതെന്ന് മനസ്സിലായി. 1.5 വർഷം മുമ്പ് തന്നെ പുളിമരത്തിൽ കുമ്പളവള്ളി പടർത്തിയിരുന്നു. കടയടക്കം ഉണങ്ങിയതോടെ വള്ളി പറിച്ചു കളഞ്ഞിരുന്നു. എന്നാൽ ചില്ലകളിൽ കെട്ടുപിണഞ്ഞ് ഒരു ഞെട്ട് മാത്രം ഉണങ്ങാതെ നിന്നു. ഇതിൽ കുമ്പളം കായ്ക്കുകയായിരുന്നു. 1 കിലോയോളം ഭാരം തോന്നിക്കുന്നതാണ് കുമ്പളം. എന്നാൽ പരാതസസ്യങ്ങളെ പോലെ കുമ്പളവള്ളിയുടെ വേരുകൾക്ക് പുളിമരത്തിൽ നിന്നും പോഷകമൂലകങ്ങൾ വലിച്ചെടുക്കുവാനും വളരാനും കായ്ക്കുവാനും സാധിക്കുമെന്നും അതാണ് ഈ പ്രതിഭാസത്തിന് കാരണമെന്നും കൃഷിവകുപ്പ് അധികൃതർ വിശദീകരിച്ചു. ഇരിങ്ങാലക്കുട രൂപതയുടെ സാമൂഹ്യക്ഷേമ വിഭാഗമായ സോഷ്യൽ ആക്ഷൻ ഫോറം കൊടുങ്ങല്ലൂരിൽ ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സ്പെഷ്യൽ സ്കൂൾ തുറന്നു. മേത്തല എടമുക്കിൽ നടന്ന ചടങ്ങിൽ ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ സാന്തോം സ്പെഷ്യൽ സ്കൂൾ വെഞ്ചരിച്ചു. സ്കൂളിനെയും ഇതിനോടനുബന്ധിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും
തമ്പുരാന്റെ തൃക്കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. 3 കാര്യങ്ങളാണ് ഇപ്പോൾ വെഞ്ചിരിപ്പ് കർമ്മത്തിൽ ഉൾപ്പെടുത്തുക. ഒന്ന്, ഈ കപ്പേടയുടെ ആശീർവാദ കർമ്മം, ഈ സ്കൂളിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മം, പുതിയതായിട്ട് നിർമ്മിക്കപ്പെടുന്ന സ്കൂൾ കോംപ്ലക്സിൻ്റെ ശില ആശീർവാദ കർമ്മം. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ആരംഭിക്കാൻ പോകുന്ന ഈ സ്പെഷ്യൽ സ്കൂള് മറ്റുള്ളവരുടെ നന്മയ്ക്കും ഈ നാടിൻ്റെ നന്മയ്ക്കും ഈ പ്രദേശത്തുള്ള ഇവരുടെ വളർച്ച. മാർ ജെയിംസ് പഴയാറ്റിൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ KP ധനപാലൻ MP സ്പെഷ്യൽ സ്കൂൾ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മോൺസിഞ്ഞോർ ഡേവിസ് അമ്പൂക്കൻ, കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ KB മഹേശ്വരി, സുലേഖ അനിരുദ്ധൻ, സിസ്റ്റർ ധന്യ ബാസ്റ്റ്യൻ, സിസ്റ്റർ ദീപ്തി കോട്ടുമേൽ, ഫാദർ ആൻഡോ കരിപ്പായി, ജോൺസൺ എലുവത്തിങ്കൽ, ഫാദർ ബിനോയ് കോഴിപ്പാട്ട്, ഫാദർ ജോസ് മഞ്ഞളി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇനിയൊരു ഇടവേള.